നമസ്കാരം, എല്ലാവർക്കും കേരള കരിയേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് RRB ഓപ്പണിംഗ് ഡേറ്റായി കൊടുത്തിരിക്കുന്നത് 15/4/2024. വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ്. വിളിച്ചിരിക്കുന്നത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആൻഡ് റെയിൽവേ പ്രൊട്ടക്ഷൻ സ്പെഷ്യൽ ഫോഴ്സിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കേരള കരിയേഴ്സിൻ്റെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. RRB പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷൻ നമ്പർ CEN നമ്പർ RPF 02/2024. വിളിച്ചിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആൻഡ് റെയിൽവേ പ്രൊട്ടക്ഷൻ സ്പെഷ്യൽ ഫോഴ്സ്. വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ്. സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത് 21,700 രൂപയാണ് സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത്. ഇതോടൊപ്പം നിങ്ങൾക്ക് അലവൻസും മറ്റുള്ള കാര്യങ്ങളും ഉണ്ടാവുന്നതായിരിക്കും. നമ്പർ ഓഫ് വേക്കൻസി 4,208 വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ബേസിസിലാണ് വിളിച്ചിരിക്കുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ഏജ് കണക്കാക്കുന്നത് 1/7/2024 എന്ന ഡേറ്റ് വെച്ചാണ് ഏജ് കണക്കാക്കുന്നത്. അതോടൊപ്പം ഈ തസ്തികയ്ക്ക് ഏജ് റിലാക്സേഷനും ഉണ്ടാവുന്നതായിരിക്കും. അതേപോലെ തന്നെ അപ്പർ ഏജ് ലിമിറ്റും ഈ തസ്തികയ്ക്ക് ഉണ്ടാവുന്നതായിരിക്കും. ഇതിൻ്റെ ഏജ് റിലാക്സേഷനും അപ്പർ ഏജ് ലിമിറ്റുകളും നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഏജ് റിലാക്സേഷനും അപ്പർ ഏജ് ലിമിറ്റും വരുന്നവർക്ക് അതിനാവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളും സബ്മിറ്റ് ചെയ്യേണ്ടതായി വരുന്നതായിരിക്കും. ക്വാളിഫിക്കേഷനിൽ മിനിമം നിങ്ങൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായി ചോദിച്ചിരിക്കുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കുകയോ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ക്വാളിഫിക്കേഷനോ ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് ബോർഡിൽ നിന്നും പാസ്സായിരിക്കേണ്ടതാണ്. അതായത് 10ാം ക്ലാസ് പാസ്സായിട്ടുള്ളവരോ അതിന് ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ പാസ്സായിട്ടുള്ളവർക്കോ ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. എക്സാം ഫീ ഈ തസ്തികയ്ക്കുണ്ട്. എക്സാം ഫീ ആയി കൊടുത്തിരിക്കുന്നത് ജനറൽ കാൻഡിഡേറ്റ്സിന് 500 രൂപയും അതേപോലെ ഇതിൽ പറഞ്ഞിരിക്കുന്ന SC ST എക്സ് സർവീസ്മാൻ ഫീമെയിൽ അതേപോലെ തന്നെ മൈനോറിറ്റി ഓർ എക്കണോമിക്കലി ബാക്ക് ക്ലാസ് EBC കാൻഡിഡേറ്റ്സിനാണെങ്കിൽ എക്സാം ഫീ 250 രൂപയാണ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം ഈ തസ്തികയ്ക്ക് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ സ്റ്റേജുകൾ ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യമായി വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. CBT ടെസ്റ്റ് ആയിരിക്കും ആദ്യം ഈ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ ആദ്യമായി വരുന്നത്. രണ്ടാമതായി വരുന്നത് നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റും ഈ തസ്തികയ്ക്ക് ഉണ്ടാവുന്നതായിരിക്കും. അതിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ പാസ്സായവർക്ക് മാത്രമേ രണ്ടാമത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനും ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റിനും കടക്കാനായി പറ്റുകയുള്ളൂ. മൂന്നാമതായി വരുന്നതാണ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ. ഈ 3 സ്റ്റേജുകളാണ് ഈ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിനായി മെയിനായി വരുന്ന 3 പ്രോസസ്സുകൾ എന്ന് പറയുന്നത്. മെത്തേഡ് ഓഫ് സബ്മിറ്റിംഗ് അപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട അവസാന ഡേറ്റ് എന്ന് പറയുന്നത് 14/5/2024. ഈ നോട്ടിഫിക്കേഷൻ്റെ
കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി കാൻഡിഡേറ്റ്സ് വിസിറ്റ് ചെയ്യേണ്ടത് RRBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിൽ ഒരെണ്ണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, തിരുവനന്തപുരമാണ് കൊടുത്തിരിക്കുന്നത്. തിരുവനന്തപുരത്തിൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.rrbtirunavaram.gov.in എന്നാണ് തിരുവനന്തപുരത്തിൻ്റെ വെബ്സൈറ്റായി കൊടുത്തിരിക്കുന്നത്. അതല്ലാതെ RRBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കയറി ഈ നോട്ടിഫിക്കേഷൻ അപേക്ഷിക്കാവുന്നതാണ്. ഇതുവരെയും ഇതേപോലെ ജോബ് അപ്ഡേറ്റ് ഡെയിലി അറിയുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.